morning, dear students. Now I would like to discuss the short story Weed by Amrita Preetham. Amrita Preetham was one of the most leading short story writer in India. Weed is nothing but intoxication. Amrita Preetham was first woman to receive the Kendra Sahitya Akademi Award and first woman to receive Padma Shri Award for her outstanding work in Punjabi literature. He wrote a number of short stories and which translated into different languages. The story is completely narrated by the author himself. Amrita Preetham is narrating the story. The Weed is a touching short story about a girl. In this short story, we come across the characters like Anguri and Prabhati. Okay, now let's go to the introduction. Amrita Preetham, 1919 to 2005, one of the most outstanding literary figures of modern India, was born in Gujranwala, Punjab, now in Pakistan, on 31st August 1919. She started writing at an early age. She was fascinated by folk songs and romantic poetry. Amrita published her first collection of poems when she was only 16. In the same year, she married Preetham Singh, an editor to whom she was engaged in early childhood. At the time of partition in 1947, Amrita migrated to Delhi. Later, she married again. She died in New Delhi on 31st October 2005 at the age of 86. In a career spanning over 6 decades, she produced over 100 books, novels, short stories, essays, Punjabi folk songs, and an autobiography. They have been translated into several Indian and foreign languages. A recipient of scores of awards and honors, Amrita is the first woman recipient of Sahitya Akademi Award. Okay, now let's explain. Amrita Preetham 1990-ലാണ് ജനിച്ചത്. 2005 മരിക്കുകയും ചെയ്തു. വൺ ഓഫ് ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ലിറ്റററി ഫിഗേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ഔട്ട്സ്റ്റാൻഡിങ് വർക്കുകൾ, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള വർക്കുകൾ കൊണ്ടുവന്ന ഒരു റൈറ്ററാണ് നമ്മുടെ അമൃത പ്രീതം. പഞ്ചാബിലാണ് ജനിച്ചത്. ആ ഒരു സ്ഥലം ഇന്ന് പാകിസ്ഥാനിലാണ്. ഓൺ 31st August 1919. ഷീ സ്റ്റാർട്ട് റൈറ്റിംഗ് അറ്റ് ആൻ ഏർലി ഏജ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഷി വാസ് ഫാസിനേറ്റഡ് ബൈ ഫോൾക്ക് സോങ്സ് ആൻഡ് റൊമാൻറ്റിക് പോയട്രി. റൊമാൻറ്റിക് പോയട്രികളും നാടോടി പാട്ടുകളും നാടൻ പാട്ടുകളും ഇവൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ടായിരുന്നു. ആ ഒരു പാട്ടിനോടുള്ള ഫാസിനേഷൻ ഉണ്ടായിരുന്നു അമൃത പ്രീതത്തിന്. അമൃത പബ്ലിഷ്ഡ് ഹർ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയംസ് വെൻ ഷി വാസ് ഓൺലി 16. 16 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവളുടെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോം പബ്ലിഷ് ചെയ്തിരുന്നു. ഇൻ ദ സെയിം ഇയർ she married Preetham Singh, an editor to whom she was engaged in early childhood. അതേ ഇയറിൽ തന്നെ അമൃത പ്രീതം സിംഗിനെ കല്യാണം കഴിച്ചു. അയാൾ ഒരു എഡിറ്റർ ആയിരുന്നു. ടു ഹൂം ഷി വാസ് എൻഗേജ്ഡ് ഏർലി ചൈൽഡ്ഹുഡ്. വളരെ ചെറുപ്പത്തിൽ അവർ തമ്മിൽ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. അറ്റ് ദ ടൈം ഓഫ് പാർട്ടീഷൻ ഇൻ 1947 അമൃത മൈഗ്രേറ്റഡ് ടു ഡൽഹി. ലേറ്റർ ഷീ മാരീഡ് അഗെയിൻ. അങ്ങനെ ആ പാർട്ടീഷൻ്റെ സമയത്ത് മൈഗ്രേറ്റ് ചെയ്തു ഡൽഹിയിലേക്ക്. പിന്നെ അവൾ വേറെ കല്യാണം കഴിച്ചു. ഷീ ഡൈഡ് ഇൻ ന്യൂഡൽഹിയിൽ നിന്നാണ് അമൃത പ്രീതം മരിച്ചത്. 31st October 2005 അറ്റ് ദ ഏജ് ഓഫ് 86. 86-ാമത്തെ വയസ്സിൽ 31st October 2005 86-ാമത്തെ വയസ്സിലാണ് നമ്മുടെ അമൃത പ്രീതം മരണമടഞ്ഞത്. In a career spanning over 6 decades, she produced over 100 books, novels, short stories, essays, Punjabi folk songs, and an autobiography. വളരെയധികം അവളുടെ ആ ഒരു കരിയർ 6 പതിറ്റാണ്ടോളം നീണ്ടു നിന്നു. ആ കാലഘട്ടങ്ങളിൽ അവൾ 100ഓളം ബുക്കുകൾ, നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, എസ്സേകൾ, പഞ്ചാബി നാടൻ പാട്ടുകൾ ഇതൊക്കെ എഴുതപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഷി വാസ് ദ റിസിപ്പിയൻ്റ് ഓഫ് പത്മശ്രീ അവാർഡ് ഫോർ ഹർ ഔട്ട്സ്റ്റാൻഡിങ് വർക്ക് ഇൻ പഞ്ചാബി ലിറ്ററേച്ചർ. പഞ്ചാബി ലിറ്ററേച്ചറിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള വർക്കുകൾ സബ്മിറ്റ് എഴുതിയതിന് അവൾക്ക് പത്മശ്രീ അവാർഡ് വരെ നേടിയിട്ടുണ്ട്.
They have been translated into several Indian and foreign languages. ഇത്രയും വർക്കുകൾ പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എ റിസിപ്പിയൻറ്റ് ഓഫ് ദ സ്കോഴ്സ് ഓഫ് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. ഇഷ്ടം പോലെ അവാർഡ്സും ഓണേഴ്സും അവൾക്ക് നേടിയിട്ടുണ്ട്. അമൃത ഈസ് ദ ഫസ്റ്റ് വുമൺ റെസിപ്പിയൻറ്റ് ഓഫ് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1956 ഫോർ സൺഹേ എന്ന് പറഞ്ഞ വർക്കിനാണ് 1956 സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്. പിന്നെ ഷി റിസീവ്ഡ് ദ ജ്ഞാനപീഠ് ഇൻ 1982 ഫോർ കജാജ് റേ ക്യാൻവാസ്. ആ ഒരു വർക്കിനാണ് ജ്ഞാനപീഠം കിട്ടിയത്. നമുക്കറിയാം ഇന്ത്യയിലെ ലിറ്ററേച്ചറിന് കൊടുക്കുന്ന അവാർഡാണ് ജ്ഞാനപീഠം. അത് കിട്ടിയത് കജാജ് റേ ക്യാൻവാസിനാണ്. ഷി വൺ പത്മശ്രീ 1969, പത്മവിഭൂഷൺ, സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ഇവയെല്ലാം നമ്മുടെ അമൃതപ്രീതം നേടിയിട്ടുണ്ട്. ഷി വാസ് അവാർഡഡ് ഹോണററി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സും നേടിയിട്ടുണ്ട് ബൈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും, ജബൽപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് അവാർഡും അവൾ നേടിയിട്ടുണ്ട്. ഷി ഓൾസോ റിസീവ്ഡ് സെവറൽ ഇൻ്റർനാഷണൽ അവാർഡ്സ് ഓൾസോ. പിന്നെ ഇൻ്റർനാഷണൽ അവാർഡുകളും നമ്മുടെ അമൃതപ്രീതം നേടിയിട്ടുണ്ട്. അമൃത വാസ് ഓൾസോ എ മെമ്പർ ഓഫ് രാജ്യസഭയിലെ ഒരു മെമ്പറും കൂടിയായിരുന്നു നമ്മുടെ അമൃതപ്രീതം. The Weed is a beautiful short story of rustic girl. Anguri, the protagonist, is a typical Indian village girl, black, young and beautiful, having a body with rippling muscles, impregnated with the metallic resilience of coiled spring, simple, uneducated and superstitious. She was married as the second wife of an old, short, loose-jawed man, a victim of patriarchal society and forced to marry by parental choice. Anguri believes it is the weed given by a man that makes a girl fall in love with, which is a sin. At the end, she realizes that she herself is a victim of the weed, the natural inclination of a girl for the man she loves, a classic conflict between the inhuman patriarchal code and a girl's basic instinct anchored in her sexual identity. Amritapreetham's deep understanding of the human mind helps make Anguri an unforgettable character in literature. The Weed is a beautiful short story of a rustic girl. ഗ്രാമത്തിലെ നാട്ടിൻപുറത്തുകാരിയായ ഒരു സാധാരണ പെൺകുട്ടിയുടെ കഥയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ് വീട്. അങ്കൂരി ദ പ്രൊട്ടഗോണിസ്റ്റ്. Our protagonist is Anguri. Is a typical Indian village girl, black, young and beautiful, having a body with rippling muscles, impregnated with metallic resilience of coiled spring. നോക്കൂ, നമ്മുടെ അങ്കൂരി പ്രൊട്ടഗോണിസ്റ്റ് വളരെ ഭംഗിയുണ്ട്. കളറ് കുറച്ച് ബ്ലാക്ക് ആണെങ്കിലും യങ് ആണ്, ടെൻഡർ ഏജ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. ഹാവിങ് എ ബോഡി വിത്ത് റിപ്ലിംഗ് മസിൽസ്, ഇംപ്രഗ്നേറ്റഡ് വിത്ത് ദ മെറ്റാലിക് റെസിലിയൻസ് ഓഫ് എ കോൾഡ് സ്പ്രിങ്. അതങ്ങനെ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ മീനിങ് ഒന്നാകെ പറഞ്ഞു തരാം. റിപ്ലിംഗ് മസിൽസ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് മെറ്റാലിക് റെസിലിയൻസ് ഓഫ് എ കോയിൽഡ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഹർ ബോഡി ഈസ് ഫ്ലെക്സിബിൾ ലൈക്ക് എ കോയിൽഡ് സ്പ്രിങ്. എഴുതി വെച്ചോളൂ. ഹർ ബോഡി ഈസ് ഫ്ലെക്സിബിൾ ലൈക്ക് എ കോയിൽഡ് സ്പ്രിങ്. ആ ഒരു സ്പ്രിങ് പോലെ സോഫ്റ്റാണ്, മൃദുത്വമുള്ളതാണ് അവളുടെ ബോഡി. അവൾക്ക് ടെൻഡർ ഏജ് ആണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. റിപ്ലിംഗ് പറഞ്ഞാൽ ഓളം ഇടുന്ന മസിൽസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഫ്ലെക്സിബിൾ ആണ് എന്നുള്ള ഉദ്ദേശമുള്ളൂ. ഓക്കെ. സിമ്പിൾ, അൺഎഡ്യൂക്കേറ്റഡ്. പിന്നെന്തൊക്കെയാണ് അവളുടെ പ്രത്യേകത? അവളുടെ ഹസ്ബൻഡിൻ്റെ പ്രത്യേകതയാണ് അടുത്തത് പറയുന്നത്. simple, uneducated and superstitious. She was married as the second wife of an old, short, loose-jawed man. ഇത് അവളുടെ വേറെ പ്രത്യേകതകൾ. അവൾ ഇന്ത്യൻ വില്ലേജ് ഗേൾ ആണ്, ബ്ലാക്ക് ആണ്, യങ് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഹാവിങ് her body is flexible like a coiled spring. Her body is flexible like a coiled spring. പിന്നെ അവളുടെ പ്രത്യേകത സിമ്പിൾ, അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് സൂപ്പർസ്റ്റീഷ്യസ്. അന്ധവിശ്വാസങ്ങൾ കുറച്ചുണ്ട്, വിദ്യാഭ്യാസം കുറവാണ്, പിന്നെ സിമ്പിളാണ്. സിമ്പിളായിട്ടുള്ള ഒരാളാണ്, പക്ഷേ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് തന്നെ സൂപ്പർസ്റ്റീഷ്യസ് ആണ്. ഓക്കെ.
ഷീ വാസ് മാരീഡ് ആസ് ദ സെക്കൻഡ് വൈഫ് ഓഫ് ആൻ ഓൾഡ് ഷോർട്ട് ലൂസ് ജോഡ് മാൻ. ഇനി അവൾ ആരാണ് കല്യാണം കഴിച്ചത് നോക്കാം നമുക്ക്. അവൾ രണ്ടാമത്തെ ഭാര്യയായിട്ട് ആരുടെ, ഒരു ഓൾഡ് ഷോർട്ട് ലൂസ് ജോഡ് മാൻ, താടിയൊക്കെ വയസ്സായിട്ട് ഇളകിയ ഒരാൾ, ഓൾഡ് വളരെ പ്രായമുള്ള, ഷോർട്ട് ഹൈറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു വയസ്സായ പ്രായമുള്ള വെരി ഓൾഡായ, ലൂസ് ജോഡ് മീൻസ് വെരി ഓൾഡായ ഒരാളാണ് അവളെ കല്യാണം കഴിച്ചത്. എ വിക്ടിം ഓഫ് പാട്രിയാർക്കൽ സൊസൈറ്റി ആൻഡ് ഫോഴ്സ്ഡ് ടു മാരി ബൈ പാരൻ്റൽ ചോയ്സ്. എന്തുകൊണ്ടാണ് അവൾ അദ്ദേഹത്തെ കല്യാണം കഴിക്കേണ്ടി വന്നത്? അവളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ വിക്ടിം ആണ്. പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ പുരുഷാധിപത്യമുള്ള സൊസൈറ്റിയിലെ വിക്ടിം ആണ് അവൾ. പുരുഷാധിപത്യം, പുരുഷന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രാത്രി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, പുരുഷന്മാർക്ക് മാത്രമേ ഒച്ചയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ, പുരുഷന്മാർക്ക് എന്തിനും ധൈര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു, പിന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളെ എന്തും ചെയ്യുക, അവരെ നല്ലോണം ചീത്ത പറയുക, അവർക്ക് വേറെ രണ്ടു പേർക്കും രണ്ട് രീതിയിലുള്ള റൈറ്റ്സ് ആണ് എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം. എ വിക്ടിം ഓഫ് പാട്രിയാർക്കൽ സൊസൈറ്റി, നമ്മുടെ അങ്കൂരി ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു വിക്ടിം ആണ്. ആൻഡ് ഫോഴ്സ്ഡ് ടു മാരി ബൈ പാരൻ്റൽ ചോയ്സ്. അതുകൊണ്ട് തന്നെ പാരൻസ് എന്താണോ നിർബന്ധിക്കുന്നത് അവരെ തന്നെ കല്യാണം കഴിക്കാൻ നമ്മുടെ അങ്കൂരി നിർബന്ധിതയായി. അതുകൊണ്ടാണ് സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രഭാതി എന്നാണ് അവളുടെ ഈ ഹസ്ബൻഡിൻ്റെ പേര്. ആ വയസ്സായ ഷോർട്ട് ലൂസ് ജോഡായ ആ മനുഷ്യൻ്റെ പേര് പ്രഭാതി എന്നാണ്. ആ ഒരു പ്രഭാതിയെ അവൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത്. ഷീ ഈസ് എ വിക്ടിം ഓഫ് പാട്രിയാർക്കൽ സൊസൈറ്റി ആൻഡ് ഓൾസോ ഷീ ഫോഴ്സ്ഡ് ടു മാരി ബൈ പാരൻ്റൽ ചോയ്സ്. Anguri believes it is the weed given by a man that makes a girl fall in love. അങ്കൂരിയുടെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ വീഡ് മീൻസ് എ ടൈപ്പ് ഓഫ് പ്ലാന്റ്. അതൊരു മയക്കുണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ആ പ്ലാന്റ് ആണുങ്ങൾ കൊടുക്കുക ചെയ്യുക. ആ ഗ്രാമത്തിലുള്ള ആരെങ്കിലും ഒരു എന്താ പറയുക, ഒരു പാത്രത്തിൽ ഈ വീടിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അത് കഴിച്ചു കഴിഞ്ഞാൽ ആ വീട് കൊടുത്ത ആളോടൊരു ഇഷ്ടം തോന്നിയിട്ട് അയാളെ കൂടെ അങ്ങോട്ട് പോവാൻ തോന്നുകയാണ്. പിന്നെ അയാളെല്ലാ സാധനങ്ങളും അവൾക്ക് അയാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അയാളെല്ലാ സാധനങ്ങളും അയാളെ നാട്ടിൽ പോയിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണ് ആ ഒരു നാട്ടിലൊരു ആചാരം. ഓക്കെ, അങ്കൂരി വിശ്വസിക്കുന്നത് ഇറ്റ് ഈസ് ദ വീഡ് ഗിവൺ ബൈ എ മാൻ ദാറ്റ് മേക്സ് എ ഗേൾ ഫോൾ ഇൻ ലവ് വിച്ച് ഈസ് സിൻ. അത് തെറ്റാണ് എന്നാണ്. അറ്റ് ദ എൻഡ്, അവസാനം അവൾക്ക് മനസ്സിലാവാണ്, ഷീ റിയലൈസസ് ദാറ്റ് ഷീ ഹെർസെൽഫ് ഈസ് എ വിക്ടിം ഓഫ് ദ വീഡ്. അവൾ തന്നെ ഈ വീടിൻ്റെ ആ ഒരു കെണിയിൽ പെട്ടുപോയി എന്ന് അവൾക്ക് ലാസ്റ്റ് മനസ്സിലാവാണ്. കാരണം അമ്മ എപ്പോഴും പറയാറുണ്ട്, മോളെ വീട് ആര് തന്നാലും നീ വാങ്ങരുത്, ഒരു പാത്രത്തിൽ ഒരു പാനിൽ ആരെങ്കിലും നിനക്ക് സീറ്റ് തരാണെങ്കിൽ നീ വാങ്ങരുത് എന്നെപ്പോഴും അമ്മ പറയാറുണ്ടായിരുന്നു. പക്ഷേ അവസാനം അവളും അതിനിരയായി എന്നാണ് അവസാനം അവൾക്ക് റിയലൈസേഷൻ കിട്ടുന്നത്. The natural inclination of a girl for the man she loves, a classic conflict between the inhuman patriarchal code and the girl's basic instinct anchored in her sexual identity. ഇവിടെ ഈ ഒരു കഥയിൽ പാട്രിയാർക്കൽ കോഡും ഗേളിൻ്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ്. ഗേളിന് ആദ്യമേ ഒരു ബേസിക് ആയിട്ടില്ലേ, ഒരു ജന്മനാ ഉള്ളൊരു ജന്മവാസന ഉണ്ടാവും, ഇന്ന ആളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, ഇന്ന രീതിയിലുള്ള ആളെ എനിക്ക് ചേരുള്ളൂ എന്നൊക്കെ. പക്ഷേ അതിനൊരിക്കലും പാരൻസ് സമ്മതിക്കില്ല. പാട്രിയാർക്കൽ കോഡും ഗേളിൻ്റെ സ്വന്തമായ ജന്മവാസനയും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ് ഈ ഷോർട്ട് സ്റ്റോറിയിലുള്ളത്. ആങ്കേർഡ് മീൻസ് അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള, ഇൻസ്റ്റിങ്ക്റ്റ് ആങ്കേർഡ് ഇൻ ഹെർ സെക്ഷൽ ഐഡൻറ്റിറ്റി. ഇത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇൻഹ്യൂമൻ പാട്രിയാർക്കൽ കോഡും ഗേൾസ് ബേസിക് ജന്മവാസനയും രണ്ടും കൂടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ അവളുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്ന കാര്യത്തിൽ. അമൃത പ്രീതംസ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ human mind helps make Anguri an unforgettable character in literature. അമൃതപ്രീതത്തിൻ്റെ ഈ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, ഒരാളെ കുറിച്ചിട്ടുള്ള അതിയായ ആഴത്തിലുള്ളൊരു മനസ്സിലാക്കൽ, ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചിട്ടുള്ള ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഹെൽപ്പ് ചെയ്യും. അങ്കൂരി നമുക്കൊരു മറക്കാൻ കഴിയാത്ത ക്യാരക്ടർ ആക്കി തീർക്കും ലിറ്ററേച്ചറിൽ. അങ്കൂരിക്ക് ഹ്യൂമൻ മൈൻഡ് അറിഞ്ഞുകൊണ്ടുള്ളൊരു വർക്കുകളാണ് നമ്മുടെ അങ്കൂരി എഴുതാറുള്ളത്. അതുകൊണ്ട് തന്നെ അങ്കൂരി ഒരു അൺഫോർഗറ്റബിൾ, മറക്കാൻ കഴിയാത്ത ഒരു ക്യാരക്ടറായി മാറുകയാണ് ലിറ്ററേച്ചർ.